ജലവിധി രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പോളിംഗിന് ശേഷം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് EVMകൾ സൂക്ഷിച്ചിരിക്കുന്നത്. വോട്ടെണ്ണൽ നടക്കുന്ന ശനിയാഴ്ച വരെ വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കും. കോട്ടയം ജില്ലയിൽ ജില്ലാ പഞ്ചായത്തും 11 ബ്ലോക്ക് പഞ്ചായത്തുകളും 71 ഗ്രാമപഞ്ചായത്തുകളും 6 നഗരസഭകളും അടക്കം 89 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. 1611 വാർഡുകളിൽ 1925 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. വൈകിട്ട് 6 മണിയോടെ വോട്ടെടുപ്പ് അവസാനിച്ചു. വോട്ടെടുപ്പിന് ശേഷം അപൂർവം ചിലയിടങ്ങളിൽ മാത്രം 6 മണിക്ക് ശേഷവും പോളിംഗ് ബൂത്തുകളിൽ ക്യൂ അനുഭവപ്പെട്ടിരുന്നു. വോട്ടിങ്ങിന് ശേഷം പ്രിസൈഡിംഗ് ഓഫീസറുടെയും വോട്ടെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ബാലറ്റ് യൂണിറ്റുകൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് നീക്കി. 11 ബ്ലോക്കുകളിലും 6 നഗരസഭകളിലുമുള്ള കേന്ദ്രങ്ങളിലാണ് പോളിംഗിന് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. നഗരസഭകളിൽ അതാത് നഗരസഭാ ഓഫീസുകളിലാണ് സ്ട്രോങ് റൂമുകളിൽ EVMകൾ സൂക്ഷിച്ചിരിക്കുന്നത്. പാലായിൽ നഗരസഭാ ഓഫീസിലും ലാലം ബ്ലോക്ക് പഞ്ചായത്തിലെ വോട്ടിംഗ് മെഷീനുകൾ കാർമൽ സ്കൂളിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കർശനമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വോട്ടിംഗ് മെഷീനുകൾ ഡിസംബർ 13-ന് പുറത്തെടുത്ത് വോട്ടെണ്ണൽ മേശകളിലേക്ക് എത്തിക്കും. വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളോട് ചേർന്ന് തന്നെയാണ് വോട്ടെണ്ണലും നടക്കുന്നത്. സുരക്ഷാ സന്നാഹങ്ങൾക്കും വോട്ടെണ്ണലിനുമായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.